ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ EB Fun World. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിൻ്റെ നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മോൻ പറഞ്ഞതുപോലെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബിരിയാണിയാണ്. ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ള മട്ടൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇന്ന് മട്ടൻ നമ്മൾ കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മട്ടൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ മട്ടനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പിനോടൊപ്പം തന്നെ കുറച്ച് മസാലകളും നമ്മൾ ഇതിലേക്ക് ചേർത്തുന്നുണ്ട്. ആദ്യം തന്നെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലെടുത്തപ്പോൾ ബിരിയാണി മസാല കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റീഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും ഈ ഒരു മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് മട്ടൻ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന ബിരിയാണി മസാലയും ഗരം മസാലയും അല്ലാത്ത സ്പൈസസ് എല്ലാം ഈദാൻ്റെ സ്പൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഗരം മസാലയും ബിരിയാണി മസാലയും ഈദാൻ്റേതാണെന്നുള്ളത്. ഇതിന് നല്ലൊരു ഫ്ലേവറുമാണ്, നല്ല സ്മെല്ലുമാണ്. സൗദിയിലെ ഒരുവിധം ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. മട്ടൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ബിരിയാണിയിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 കപ്പ് അരിയാണ്. 5 കപ്പ് അരിയിലേക്ക് 10 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഞാൻ റൈസ് തയ്യാറാക്കുന്നത് റൈസ് കുക്കറിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന രീതിയിൽ വെള്ളം എടുത്തിട്ടുള്ളത്. ഇത് പെർഫെക്റ്റ് ആയിരിക്കും. ഇനി റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ പാകത്തിനുള്ളൊരു പാത്രം എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 6 ഏലക്ക, 5 ഗ്രാമ്പു, 4 പട്ട, 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ അരി ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ള അരിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ 1 ലെമൺ പിഴിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. റൈസ് കുക്കറിലിട്ട് വേവിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം കിടന്ന് തിളക്കണ്ട. എല്ലാ ഭാഗവും ഒരേ രീതിയിൽ തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. പിന്നെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഈ ഒരു റൈസ് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതേ രീതിയിൽ ഗീ റൈസും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. റൈസൊക്കെ തയ്യാറാക്കിയ ശേഷം ഇനി മസാലയാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ മസാല തയ്യാറാക്കുന്നത് വലിയ കുക്കറിലാണ്. സാധാരണ നമ്മൾ മസാല തയ്യാറാക്കുന്ന അതേ മെത്തേഡ് കുക്കറിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വലിയ കുക്കർ ആയതുകൊണ്ട് കുക്കറിൽ ദമ്മിടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പാത്രം യൂസ് ചെയ്യാം. ചൂടായ കുക്കറിലേക്ക് ഓയിലും കൂടെ ബട്ടറോ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്തിട്ട് ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റി വെക്കാം. അതിപ്പോൾ ആവശ്യമില്ല. അതേ കുക്കറിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക,
സ്പൈസസ് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. കൂടെ തന്നെ ഒരു പിടിയില്ല ഇച്ചിരി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 വലിയ സവാള നൈസായിട്ട് അരിഞ്ഞതാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കൂടെ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് വഴന്ന് കിട്ടും. ഈ ഒരു സമയം കൊണ്ട് മട്ടൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കുക. 3 വലിയ തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ 3 എടുത്തിട്ടുള്ളത്. അതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണിക്ക് എപ്പോഴും പച്ചമുളക് ചതച്ച് ചേർക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ മക്കൾക്ക് എരിവ് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചേർക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള മുളകും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയും 1 ടീസ്പൂൺ നിറയെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബിരിയാണി മസാല ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഈ 1/2 ടേബിൾ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ തൈരാണ്. ഇവിടെ ചേർക്കുന്ന തൈര് പുളി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമണും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള 1 പിടി മല്ലിച്ചപ്പും പുതിനയുമാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. മീറ്റ് ഉടഞ്ഞു പോവാതെ വേണം ഇളക്കിയെടുക്കാൻ. ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മട്ടൻ്റെ നെയ്യാണ്. നെയ്യ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂടിപ്പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും. അതുകൊണ്ട് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ബിരിയാണി മസാലയുടെ ഫ്ലേവർ ഇച്ചിരി കുറവായി തോന്നിയപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല കൂടെ ചേർത്തിട്ടുണ്ട്. മൊത്തം 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല നമ്മളിവിടെ ചേർത്തു. ഇനി നമുക്ക് ദമ്മിടാം. റൈസ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ലെയറാക്കിയിട്ട് ദമ്മിട്ടെടുക്കാം. മസാലയുടെ മേലെ ഹാഫ് റൈസ് ഇട്ട ശേഷം നമ്മളിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഈ മസാലയിൽ നിന്ന് എടുത്ത കുറച്ച് ഗ്രേവിയും കൂടെ ഇച്ചിരി മല്ലിച്ചപ്പും കൂടെ ഇട്ടിട്ട് ഒരു ലെയർ സെറ്റാക്കി എടുക്കുക. ഇനി അതിൻ്റെ മേലെ റൈസ് ഇട്ടിട്ട് മേലെ ഭാഗത്തും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. കൂടെ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി ദമ്മിടുന്ന സമയത്ത് ഒരു ലെയറാക്കി ദമ്മിടുന്നതിനേക്കാൾ ഇതുപോലെ ലെയറാക്കിയിട്ട് ദമ്മിട്ട് കഴിഞ്ഞാൽ ബിരിയാണിക്ക് ഒന്നും കൂടെ ഫ്ലേവറും ടേസ്റ്റും കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. ദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മട്ടനും റൈസും ഒക്കെ കുക്കായതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ദമ്മിൽ വെക്കണ്ട. 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെ മട്ടൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു ബിരിയാണിയിൽ റൈസ് നല്ല സോഫ്റ്റും നല്ല ജ്യൂസി ആയിട്ടുള്ള മട്ടനുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചിട്ട്
നല്ല സോഫ്റ്റായിട്ട് വേണം ഇളക്കിയെടുക്കാൻ. അരി പൊട്ടിപ്പോവാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ. ഈ ബിരിയാണി മിക്സ് ചെയ്യുന്നിടത്താണ് ബിരിയാണിയുടെ ഫ്ലേവർ കിടക്കുന്നത്. സത്യം പറയല്ലോ, എനിക്ക് ആദ്യമൊന്നും ഈ ഒരു മിക്സിങ് അറിയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ ആരെങ്കിലും കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യിക്കാറുള്ളത്. ഇതൊരു കഴിവാണ്, ഈ മിക്സിങ് അതൊരു കഴിവാണ്. ഈ ഒരു മിക്സിങ്ങിലാണ് ബിരിയാണിയുടെ യഥാർത്ഥ ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. നല്ല ചൂടാവി വറക്കുന്ന ബിരിയാണി അതൊരു വികാരം തന്നെയാണല്ലേ. കൂടെ കെച്ചമ്പറും അച്ചാറും പപ്പടവും കൂടെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോസ് കാണുക, അഭിപ്രായം പറയുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.